ഹലോ ഹായ് സിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ചിന്നമോളുണ്ടോ അടുത്ത്? ഉണ്ടല്ലോ, കൈ നീട്ടിക്കൊണ്ട് നിക്കുവാ. പ്ലീസ് ഒന്ന് തരുമോന്ന് ചോദിച്ച്. ഒന്നും കൊടുക്കോ സിസ്റ്ററെ, അവളുടെ സ്വരം കേൾക്കാൻ കൊതിയാവുക. ആ. ഹായ് ചിന്നക്കുട്ടി. എറണാകുളത്ത്. എന്നുള്ളതാണോ? അവിടെ പോയില്ലേ? ഇല്ലടി ചക്കരക്കുട്ടി, എറണാകുളത്ത് എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് പോവാൻ മേലേ. നിന്റെ അടുത്തോട്ട് വരണോ? എന്റെ തോത്തുവാ പോവാനേ. എന്റെ കള്ളി, നിനക്ക് സുഖാണോടി? പോവാ, എന്റെ മാറ്റം സുഖം. വേറെ ആർക്കും സുഖമില്ലേ? ഓടി കള്ളി, സിസ്റ്റർമാർക്ക് സുഖമല്ലേ? സിസ്റ്ററിന് സുഖമാണോന്ന് ചോദിച്ചോ? സുഖാണെന്ന് പറ. ആ, സുഖം. ചിന്നക്കുട്ടിയുടെ കൂട്ടുകാർക്ക് സുഖമല്ലേ? എല്ലാവർക്കും സുഖം. എന്നിട്ടാണോടി കള്ളി പറഞ്ഞത് നിനക്ക് മാത്രം സുഖമാണെന്ന്? മോളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരാള് വന്നിരുന്നു. എനിക്ക് പേരൊന്നും അറിയത്തില്ല. നീ അവരുടെ റിലേറ്റീവ് ആണെന്നാ പറയുന്നേ. ഞാനോ? എനിക്ക് റിലേറ്റീവ്സോ? മൈ ഗോഡ്. ഇത് കുറെ പ്രായമുള്ള ഒരു അപ്പച്ചനാ. എന്ന് വെച്ചാ നിന്റെ അപ്പൂപ്പനാകാൻ പ്രായമുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ പ്രായം വെച്ച് നോക്കിയാ നിന്റെ ഏജ് കറക്റ്റാ. ആണോ? അദ്ദേഹത്തിന്റെ പേരെന്താ സിസ്റ്ററെ? പേര് പറഞ്ഞായിരുന്നു, ഞാനങ്ങ് മറന്നു. അദ്ദേഹം പാലാരിവട്ടത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നീ അവിടെ ഇല്ലായിരുന്നു. നിന്റെ പ്രായം ചോദിച്ചപ്പോ ആ വീട്ടുകാര് പറഞ്ഞതുമായിട്ട് ഒരു സാമ്യവും ഇല്ല. അതുകൊണ്ട് അപ്പച്ചൻ നേരെ ഇങ്ങോട്ട് പോന്നു. സ്നേഹനികേതനിൽ നിന്നും ഇങ്ങോട്ടൊരു കുട്ടിയെ തന്നിട്ടുണ്ടല്ലോ, അതാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ട്. ഫോണ് കൊടുക്കണോ? നിനക്കെന്തായാലും ഒരു അച്ഛനമ്മയും കാണുമല്ലോ. അവരിൽ ആരെങ്കിലും നിന്നെ അന്വേഷിച്ചു വന്നാലോ? നിന്റെ മുത്തശ്ശനാണെന്ന് വിചാരിക്കും, വലിയ കോടീശ്വരനാണെന്ന് വിചാരിക്കും. അയാള് വന്ന് നിന്നെ തിരിച്ചറിഞ്ഞ നീ എന്ത് ചെയ്യും? വേണ്ട സിസ്റ്ററെ, അങ്ങനെ കാണണമെങ്കിൽ എന്റെ ആന്റി അങ്കിളും സമ്മതിക്കണം. എനിക്ക് ആരും ഇല്ലായിരുന്നപ്പോഴും അവരെന്നെ സ്വന്തം മോളെ പോലെയല്ലേ നോക്കിയത്. ഇനി എനിക്ക് ആരൊക്കെ ഉണ്ടായാലും ശരി, ആന്റി അങ്കിളും കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരെല്ലാം. ഞാൻ എന്താ അദ്ദേഹത്തോട് പറയണ്ടേ? അഡ്രസ് ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കണേ. നമുക്ക് അവരറിയാതെ പോയി തിരക്കാലോ. ആരൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. അതൊക്കെ ഞാൻ വാങ്ങി വെച്ചോളാം. പക്ഷേ നമ്മള് കള്ളം പറയാൻ പാടില്ലല്ലോ മോളെ. എനിക്ക് എന്നാ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല സിസ്റ്ററെ. നീ ഇപ്പൊ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്തോളാം. വയ്ക്കട്ടെ? ചിന്നമോക്ക് ഒന്നുകൂടെ കൊടുക്കോ? കൊടുക്കാം. ദാ, രേവതി ചേച്ചിയാ. എവിടെയാണ്ടേ? കള്ളിപ്പെണ്ണേ, ചെത്തറുമ്മ, പഞ്ചാറുമ്മ, മിഠായി തേനുമ്മ. കിട്ടിയോടി? കിട്ടി കിട്ടി കിട്ടി. അലീനെ കാണാറുണ്ടോ? ഒത്തിരി നാളായി കണ്ടിട്ട്. അലീനയ്ക്ക് എന്തുണ്ട് വിശേഷം? ചോദിക്കാൻ വിട്ടുപോയതാ. എന്റെ സിസ്റ്ററെ, ഒന്നും പറയണ്ട. ഹലോ, ഞാൻ അല്ല, കിളിമാനൂരല്ല, ഞാനിപ്പോ കൊല്ലത്ത് നിൽക്കുക. കിളികൊല്ലൂര്. അതെ അതെയോ, ഞാൻ ഉടനെ വരാം. ഇല്ല, ഉടൻ തന്നെ തിരിക്കുക. ശരി. എന്താ? ഞാൻ നിൽക്കുന്നില്ല, പോകുക. ഒരു അർജന്റ് കോള് വന്നു. എന്റെ മകൻ ആശുപത്രിയില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. എന്ത് പറ്റിയതാ? അവനില്ലാത്ത അസുഖങ്ങളൊന്നും ഈ ഭൂമി മലയാളത്തിലില്ല. ഞാനേ ഉള്ളു നോക്കാൻ. ഞാൻ പോയിട്ട് വേറൊരു ദിവസം വരാം. ശരി, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ കുട്ടിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണേ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ അവളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അന്വേഷിക്കാം. എന്നാ ഞാൻ പോട്ടെ. സിസ്റ്ററെ, എവിടെയാള്? പോയി. അദ്ദേഹത്തിന് ഒരു അർജന്റ് കോള് വന്നു. ഇപ്പൊ പോയതേ ഉള്ളൂ. ഭാഗ്യം. നന്നായി. അദ്ദേഹത്തിന് കാണേണ്ടതേ രേവതി കുട്ടിയെ തന്നെയാ. അവളെ വിളിച്ച് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവൾ ആകെ കുഴപ്പത്തില്ല. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. രേവതിയുടെ കുടുംബക്കാരാ വന്നേന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. സൂചിപ്പിച്ചായിരുന്നു, എന്തോ കണക്ഷൻ ഉണ്ട്. രേവതി കുട്ടിക്ക് എറണാകുളത്തെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകാൻ വയ്യ. അവരവളെ സ്വന്തം മോളെ പോലെയാ നോക്കുന്നത്. ഉപേക്ഷിച്ചവരെ വിശ്വസിക്കാതിരിക്കുന്നതാ നല്ലത്. സംരക്ഷിച്ചവരെ വിശ്വസിച്ചാ മതി. മാമച്ചാ, ഇന്ന് നമ്മൾ പുറത്തു പോകുന്നുണ്ടോ? വൈകുന്നേരം എന്തിനാ, വല്ലതും വാങ്ങാനാണോ? പോകുന്നെങ്കിൽ വല്ലതും വാങ്ങാം. പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വല്ലതും ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് കഴിക്കുന്നോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്നും പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കണ്ട. ആ ശീലം നല്ലതല്ല. അയ്യോടി, ഒരു ഉപദേശക്കാരി. നിനക്ക് വേണ്ടിയാ പോകാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഫാസ്റ്റ് ഫീസ്റ്റ് ഒന്നും വേണ്ട. നല്ല കഞ്ഞിയും ചമ്മന്തിയും പയറുതോരനും പപ്പടവും ഞാനിവിടെ ശരിയാക്കുന്നുണ്ട്. അത് മതി, എനിക്കതാ ഇഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നേരെ പറയണം. എന്താടി? എന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പോയിരുന്നോ? ആര് പറഞ്ഞു നിന്നോട്? അതൊക്കെ ഞാൻ അറിയും. എനിക്കുണ്ടല്ലോ ജ്ഞാനദൃഷ്ടിയുണ്ട്. എന്ന് വെച്ചാ നിങ്ങള് മരത്തെ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അങ്ങനെയല്ലേ? അത് തിരിച്ചാണോ? മാനത്ത് കാണുമ്പോ മരത്തെ കാണും. അല്ലല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ്. അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചാരും പറഞ്ഞ എന്നെ കാണാൻ ഇവിടെ വന്നത് ആരാ? ഒരു രമേശൻ നായർ അല്ലെങ്കിൽ രസമേ? അതെ. എന്തിനു വന്നു? എങ്ങനെ വന്നു? എപ്പോ വന്നു? എവിടുന്ന് വന്നു? എങ്ങോട്ട് പോയി? എപ്പോ പോയി? എല്ലാം വിശദമായിട്ട് പറ. നിനക്കാരും കാണണ്ട, ഒന്നും അറിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കാണണമെന്നില്ല. അവര് വിളിച്ചാ പോവാൻ വേണ്ട. പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? ഇത്രയും കാലം റിലേറ്റീവ്സ് ആരും ഇല്ലാതിരുന്നല്ലേ. ചുമ്മാ ഞെളിഞ്ഞ് ഗമയ്ക്ക് നടക്കാലോ. എനിക്കും ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിന്നെ തിരക്കി ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. ഓഹോ, അതാണ് ഞാൻ വന്ന ഉടനെ രണ്ടുപേരും കൂടി എന്നെ വളഞ്ഞു വെച്ച് ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. ഇപ്പൊ പിടികിട്ടി. ആരാങ്ങളെ വന്ന്? ഒരു രമേശൻ നായർ. എവിടുന്ന്? കിളിമാനൂര്. ഞാൻ അവരുടെ ആരാണെന്നാ പറഞ്ഞത്. റിലേറ്റീവ്. അത്രേ ഉള്ളോ? പോരെ. അത് കേട്ടപ്പോഴേ പേടിച്ചോയോ എന്റെ അങ്കിളും ആന്റി? പേടിയൊന്നുമില്ല, ഒരു വിഷമം. വിഷമിക്കണ്ട കേട്ടോ.
അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു വന്നാ ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോകത്തില്ല. അവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും നാളും? അല്ലെങ്കിലും അലീന ചേച്ചിയോട് ചേച്ചിയുടെ ബന്ധുക്കൾ കാണിച്ചൊക്കെ ഞാൻ കണ്ടതല്ലേ. ഈ ബന്ധുക്കൾ എന്ന് പറഞ്ഞാ ശരിക്കും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാ അല്ലേ? എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നല്ലവരും ഉപകാരികളും ഒക്കെ ഉണ്ട്. നിനക്കവരെ കാണണോ? കാണണമെങ്കിൽ പറഞ്ഞ കൊണ്ടുപോ. ആരൊക്കെയുണ്ടെന്ന് അറിഞ്ഞാ മതി, കൂടുതലൊന്നും വേണ്ട. ഇനി അന്വേഷിച്ചു വരാം, നമുക്ക് നോക്കാം. ഇനി ആര് വരാനാ? ആർക്ക് വേണോ എന്നെ 36-കാരിയാക്കി വെച്ചേക്കല്ലേ? ആന്റിയുടെ പ്രായം പറയാനേ എനിക്കൊരു അവസരം കിട്ടും. 96. അയ്യോ. ആ ഗോവർദ്ധൻ പകല് ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾ വൈകുന്നേരം വരാം. പിന്നെ രാത്രി സുലോചനയ്ക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വരാൻ കേട്ടോ. ആ ശരി. സുലോചന രാത്രി വന്ന് നിന്നോളൂ. എന്നാ കുഴപ്പമില്ല. ആ ഗോവർദ്ധൻ വിളിക്കാൻ കേട്ടോ. ഓക്കെ. ഗോവർദ്ധനെ വിളിച്ചതാ. അവൻ ഹോസ്പിറ്റലിലുണ്ട്. നൈറ്റ് സുലോചന വന്നോളാന്ന് പറഞ്ഞു. ഇവിടുന്ന് ആരെങ്കിലും അയക്ക്. എത്ര പേരുണ്ട്? കമല, ബബിത, രഞ്ജു. എന്നും സുലോചന ആയാൽ മടുത്തു പോയില്ലേ? ബബിതയും രഞ്ജു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നാ ചെയ്യാനാ? ആരും ഒന്നും ചെയ്യണ്ട. വൈജയ്ക്ക് ഒരു കൂട്ട്. അവിടെ ഖലാസികളുടെ ആവശ്യമൊന്നുമില്ല. ഈ ബബിതയും രഞ്ജു ഒക്കെ 2 മണിക്കൂർ തികച്ച് നിക്കത്തില്ല കഞ്ഞിട്ട്. അവർക്ക് ബോറടിക്കും. എൻജോയ്മെന്റ് ഇല്ലാത്ത ഒരു സംഗതിയും അവർക്ക് പറ്റത്തില്ല. അവൾക്കാരോടും നന്ദിയോ കൃതജ്ഞതയോ കടമയോ കടപ്പാടോ ഒന്നുമില്ല. താന്ന് പറഞ്ഞ് കൈ നീട്ടാൻ മാത്രം അറിയാം. കൊടുത്തില്ലെങ്കിൽ കൊടും വൈരാഗ്യമാവും. വീട് കൂടി തകർത്ത് കളയാനുള്ള ദേഷ്യമാ. പിന്നെ ശിവ, നമുക്ക് വൈജയുടെ കാര്യത്തിലുള്ള നമ്മുടെ നിലപാട് മാറ്റാം. മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവര് വല്ലാത്ത കൺഫ്യൂഷനിലാവും. ഇന്നലെ വരെ തല്ലാൻ നിന്നവര് ഇന്ന് തലോടാൻ നിൽക്കുന്നു. അതെന്താ കാര്യമെന്ന് അവരോട് വിശദീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇവിടുന്ന് ചേട്ടന്മാർ രണ്ടുപേരും കൂടെ ഒരു ചർച്ച നീയുമ്പോ എന്താ ചേട്ടാ? ഇന്നലത്തെ നമ്മളല്ലല്ലോ ഇന്നത്തെ നമ്മൾ. കമലയ്ക്കും പിള്ളേർക്കും ഒന്നും അറിയത്തില്ല. നമുക്ക് എന്നാ പറ്റിയെന്ന അവർക്ക് സംശയം. നമ്മളിനി വളരെ കരുതലോടെ നീങ്ങണം. ഒന്നാമത്തെ കാര്യം, അലീന വാസ്തവത്തിൽ നമ്മുടെ കുട്ടിയാ, ബാലേന്ദ്രനല്ല. നമ്മളാണ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വൈജയുടെ നമ്പർ 1 ശത്രുവാണ് അവൾ. വൈജ ഒരു കാരണവശാലും അവളോട് ക്ഷമിക്കത്തില്ല. സത്യം അവളും കൂടി അറിയുന്നത് വരെ. അതവള് അറിയാനേ പാടില്ല എന്നുള്ളതാണ് വേറൊരു വിരോധാഭാസം. നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, വൈജ യാതൊരു കാരണവശാലും അറിയാൻ പാടില്ല അലീന ആരാണെന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, വൈജയ്ക്ക് അലീനയോടുള്ള ശത്രുത കാരണം അലീനയ്ക്കോ ബാലേന്ദ്രനോ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ്, ബാലേന്ദ്രനെ പിണക്കാതെ കൂടെ നിർത്തിക്കൊണ്ട് അലീനയെ ആ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണം. അത് മസ്റ്റാണ്. അലീന അവിടെ താമസിക്കുന്നിടത്തോളം കാലം വൈജ സത്യം അറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അമ്മയും മകളും തമ്മിലുള്ള പോരിനിടയില് അലീനയുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പാളിപ്പോയാൽ മതി, അതോടെ തീരുമല്ല. വളരെ സൂക്ഷിച്ചേ പറ്റൂ. അവൾ എങ്ങനെ ഇത്രയും നാൾ ഒന്നും ആരെയും അറിയിക്കാതെ എല്ലാം സഹിച്ച് പിടിച്ചു നിന്നെന്ന് ഓർക്കുമ്പോ അത്ഭുതമാണ്. ഇത്രയും ദ്രോഹിച്ച ഒരു അമ്മയോട് ഏത് മകളായാലും പറഞ്ഞു പോവും, നിങ്ങൾ ദ്രോഹിക്കുന്നതും അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതും നിങ്ങളുടെ മകളെ തന്നെയാണെന്ന്. ഞാനാണെങ്കിൽ സഹിച്ചുകൊണ്ട് നിൽക്കത്തില്ല. ആ അപകടം ഇനിയാണെങ്കിലും സംഭവിക്കാം. അവൾ എത്രയൊക്കെ അടക്കി പിടിച്ച് രഹസ്യമാക്കി വെച്ചാലും ബാലേന്ദ്രൻ അറിഞ്ഞില്ലേ? അലീന നേരിട്ട് പറഞ്ഞിട്ടല്ലല്ലോ, അയാള് സ്വയം കണ്ടുപിടിച്ചതാണ്. അലീനെ എങ്ങോട്ട് മാറ്റി? ബാലേന്ദ്രൻ സമ്മതി. അലീന പോകാൻ തയ്യാറാവും. അതിനൊരു വഴി കണ്ടെത്തിയേ പറ്റൂ. ആരെയും വേദനിപ്പിക്കാതെ ചെയ്യണം. അലീനയ്ക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലേ? GDA പഠിച്ചതല്ലേ? നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്യാം. എവിടെയെങ്കിലും റിസപ്ഷനിസ്റ്റ് ആയിട്ടോ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടോ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടോ ശ്രമിക്കാം. കുറഞ്ഞത് 25-30,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയായിരിക്കണം. അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചയക്കാം. അത് ഉടനെ ഒന്നും നടക്കില്ല ചേട്ടാ. എന്നാലേ അവൾക്ക് പറ്റിയ ജോലിയാണ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നീ സിംഗപ്പൂർ കൊണ്ടുപോയി എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്ക്. ഞാൻ കൊണ്ടുപോയാ ആരാ എന്നതൊക്കെ മറ്റുള്ളവർ ചോദിക്കില്ലേ? അതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് വൈഫിനോട് സത്യം പറയേണ്ടി വരും. വേണ്ട, മാലതിയെ ഞാൻ കൊണ്ടുവരാത്ത തന്നെ അവളുടെ വായിന്ന് അറിയാതെ വല്ലതും വീണ് പോയെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ശിവേട്ടന് ദുബായി കൊണ്ടുപോയി എന്തെങ്കിലും ജോലി വാങ്ങി കൊടുത്തൂടെ? കമലയെ ഡിവോഴ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. ബെസ്റ്റ്. ബാലേന്ദ്രനോടും കൂടി ആലോചിക്കാം. അയാളുടെ സമ്മതമില്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. ബാലേന്ദ്രന്റെ മോളുണ്ടല്ലോ കൃഷ്ണ, അവൾക്കറിയാല്ല അവളുടെ നാവിന്ന് ചോരുമോന്ന് പേടിക്കും. അവള് ബാലേന്ദ്രന്റെ കക്ഷിയാ, ബുദ്ധിയുള്ള കൊച്ച. അവൾക്കറിയാം ഇതിന്റെ വരുമരായികളെല്ലാം. ആദ്യം നമ്മുടെ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കാം. അലീന പ്രശ്നം സോൾവ് ആയി. പ്രത്യേകിച്ച് ഹരിയോടും രോഹിയോടും. വൈജയെ കൺവിൻസ് ചെയ്യിക്കാനാ ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് നോക്കാം. ആകെ ശോകം. എന്താ കാര്യം ഒരു ഐഡിയ കിട്ടുന്നില്ല. കൊച്ചച്ച എന്നതാ കൊച്ചച്ച സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇവിടെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ തിളച്ചു നിൽക്കായിരുന്നല്ലോ ബാലേന്ദ്രൻ നിങ്ങളെ അടിച്ചിരുത്താൻ. അടിച്ചിരുത്തി. ഇനി എന്താ വേണ്ടേ? ആരെ അടിച്ചിരുത്തി? നമ്മളെ ടീം അടപടലം തോറ്റ ലക്ഷണമാണല്ലോ. ഒരു തോൽവിയില്ല. തോൽക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യും. അലീനെ കിഡ്നാപ്പ് ചെയ്തിട്ട് വിട്ടയച്ചോ? ആര് കിഡ്നാപ്പ് ചെയ്തു? നമ്മളെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ വിട്ടുകൊടുത്തത് വലിയ അടിയായിപ്പോയി. എടാ, മൊത്തത്തിൽ കണക്കെടുപ്പ് നടത്തിയ നമുക്ക് ആ നഷ്ടം കുറവ്. എതിരാളികൾ കക്ഷിയണം. എന്നാലും കയ്യിൽ കിട്ടിയവരെ കൈവിട്ടില്ലേ? ഹരി, നീ വന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നതാ കൊച്ചച്ച? വാ, നീ വാ. എന്നാ പിന്നെ സ്വന്തം മകനെ തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാലോ. അതോടെ എല്ലാം പൂർത്തിയാവും. എനിക്ക് വിരോധമൊന്നുമില്ല. ബാലേന്ദ്രനും അലീനയെ സമ്മതിക്കുമെന്നാണ് സംശയം. ബാലേന്ദ്രനെ കണ്ടവളുമാരിൽ ജനിച്ച ആ അലവലാതിക്ക് നമ്മുടെ മനു താല് കിട്ടാനോ? ഞാനിതൊക്കെ കാണുകയും കേക്ക് അനുഭവിക്കുകയൊക്കെ ചെയ്യണം. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്ന് കേറി പോയില്ലേ? 3 മക്കളല്ല 4 മക്കളെ. ആ കുഞ്ഞ് അന്ന് മരിച്ചു പോയിട്ടില്ല.